പ്രിയമുള്ളവരെ, ഇടതുപക്ഷമെന്ന മനുഷ്യത്വത്തിൻ്റെ, നിശ്ചയദാർഢ്യത്തിൻ്റെ, സൂക്ഷ്മതയുടെ, തെളിമയുടെ, എളിമയുടെ മനുഷ്യരൂപമാണ്. പൊരുതുന്ന ജനതയുടെ പതറാത്ത സ്വരമാണ് സഖാവ് എം സ്വരാജ്. രാഷ്ട്രീയ കേരളത്തിന് നിലമ്പൂർ നൽകിയ മഹത്തായ സമ്മാനം. സ്വരാജിനൊപ്പം നിലമ്പൂരും വിജയിക്കണം, വിജയിപ്പിച്ചേ പറ്റൂ. കേരളം കാത്തിരിക്കുന്ന ജനവിധിയാണിത്. കൂടെ ഉണ്ടാവും കൂട്ടായെന്നും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാവ്യശിഖയും പുരോഗമന കലാസാഹിത്യ സംഘം പ്രവർത്തകരും കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരും നടത്തുന്ന ഐതിഹാസികമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. സുദീർഘമായി ഒന്നും പറയേണ്ട ആവശ്യമില്ല. സാമ്രാജ്യത്വവും മതാത്മകതയും ജാതീയതയും വർഗീയതയും ലോകത്താകെയും വേട്ടനായ്ക്കളെ പോലെ കുരച്ചു ചാടുമ്പോൾ അതിനെല്ലാം എതിരായിക്കൊണ്ട് മനുഷ്യത്വത്തിൻ്റെ, മാനവികതയുടെ, മതനിരപേക്ഷതയുടെ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എക്കാലത്തും പൊരുതുന്ന സഖാവ് സ്വരാജ് നമ്മുടെ എല്ലാവരുടെയുമാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് സഖാവ് എം സ്വരാജിനുള്ള ജനപ്രിയതയെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് നിലമ്പൂരിന്റെ, കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി അദ്ദേഹത്തെ കേരളത്തിന്റെ നിയമസഭയിൽ എത്തിക്കുക എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. അതുകൊണ്ട് പതാക എന്ന് പറയുന്ന ഒരൊറ്റ കവിത മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഒരു പതാകയുണ്ട്, കണ്ണീരിനാൽ വെളുപ്പിച്ചത്, ചോരയാൽ അടയാളം വെച്ചത്, മരിച്ചാലും പിടിവിടാത്തത്. പിന്നെങ്ങനെയാണ് സഖാവേ നാം ഒറ്റയാവുന്നത്? പിന്നെങ്ങനെയാണ് സഖാവേ നാം ഒറ്റയാവുന്നത്? പൊരുതുന്ന മനുഷ്യർ ഇന്ത്യയിലായാലും പലസ്തീനിലായാലും ലോകത്തിന്റെ ഏത് കോണിലായാലും പൊരുതുന്ന മനുഷ്യർക്കൊപ്പമാണ് വേണ്ടത്. മതഭ്രാന്തിന്റെ കൂടെയല്ല, യുദ്ധഭ്രാന്തിന്റെ കൂടെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന മാനവികതയുടെ, ഇടതുപക്ഷത്തിന്റെ, മതനിരപേക്ഷതയുടെ സജീവ മുഖമായിട്ടുള്ള സഖാവ് സ്വരാജിനെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.